വടക്കൻ ഗസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ പിടികൂടിയതായി ഹമാസ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജബാലിയയിലെ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ടു. വടക്കൻ ഗസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈനികരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇസ്രായേൽ സേനയുമായി നേർക്കുനേർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടം. ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ പരിക്കുമുണ്ട്. എല്ലാവരും പിടികൂടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. സൈനികരിൽ ഒരാളെ തുരങ്കത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതിനൊപ്പം മറ്റൊരു സൈനികൻ പരിക്കേറ്റ് കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ വീഡിയോ പുറത്തു വന്നിട്ടും ഇക്കാര്യം നിഷേധിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ ആധികാരികതയെ പറ്റി സേന പരിശോധിക്കുന്നുമുണ്ട്. അതേസമയം ഗസയിൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് ഇസ്രായേൽ. ജബാലിയയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു. അൽ-നസ്ര സ്കൂളിലാണ് ബോംബിട്ടത്. അഭയാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 5 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 46 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,903 ആയി. റഫേലിലെ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ താക്കീതുണ്ടായിരുന്നെങ്കിലും അത് പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലെന്നതാണ് വസ്തുത. ആക്രമണങ്ങളിൽ പരിക്കേറ്റവർക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുവൈത്തി ആശുപത്രി ഉൾപ്പെടെ റഫേലിലെ മിക്ക ആശുപത്രികളിലും ഇന്ധനം ഉടൻ തീരുമെന്നാണ് റിപ്പോർട്ടുകൾ. 24 മണിക്കൂറിനകം ഇന്ധനം ലഭ്യമാക്കണമെന്ന അഭ്യർത്ഥനയുമായി കുവൈത്തി ആശുപത്രി ഡയറക്ടർ രംഗത്തെത്തിയിട്ടുമുണ്ട്. റഫേൽ തങ്ങൾ വംശഹത്യ നടത്തുന്നില്ലെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശത്തോട് ഇസ്രായേലിന്റെ പ്രതികരണം. റഫേൽ തങ്ങൾ വംശഹത്യ നടത്തുന്നില്ല എന്നതിനാൽ തന്നെ അത് നിർത്തേണ്ട ആവശ്യവും തങ്ങൾക്കില്ല എന്നാണ് നെതന്യാഹുവിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്കി ഹത്നേബി പ്രതികരിച്ചത്. ഇതിനിടെ ജെനിൻ നഗരത്തിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമടക്കം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം ഇവിടെ ഇസ്രായേൽ സേന ഇരച്ചുകയറി 12 ഫലസ്തീനികളെയാണ് കൊലപ്പെടുത്തിയത്. പരിക്കേറ്റവർക്കും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും വേണ്ട മരുന്നോ ഭക്ഷണമോ നൽകാനും അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് ദാരുണമായ അവസ്ഥയാണ്. ഗസയിലേക്ക് UN അയച്ച അവശ്യ വസ്തുക്കൾ റഫേൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് കരീം ഷാലോം ക്രോസിംഗ് വഴി കടത്തിവിടുമെന്ന് UNRWA അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണവും മരുന്നും കൃത്യമായി ലഭിക്കാത്തത് കാരണം ഇസ്രായേലി ബന്ദി മരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസവും ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു. 34-കാരനായ യജീബ് ബുഖത്താഫിയാണ് മരിച്ചതെന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ്സ് ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഇസ്രായേൽ തടവുകാരന്റെ പേര് വ്യക്തമാക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോയും അൽ-ഖസാം പുറത്തുവിട്ടു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിലും ഉപരോധത്തിലും ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അതേ അവസ്ഥ ബന്ദികളായ ഇസ്രായേലികളും അനുഭവിക്കുന്നുണ്ടെന്ന് തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണെന്നും ഹമാസ് പറയുന്നു. അതേസമയം ഗസയിൽ വെടിനിർത്തലിനായി ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറും നെതന്യാഹുവിന്റെ രാജിയും ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ വൻ പ്രക്ഷോഭം തുടരുകയാണ്.